പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ജീവിപ്പിക്കുന്ന കർത്താവിന് നന്ദിയോടെ സ്തോത്രം. വാത്സല്യ ദൈവമക്കൾക്ക് വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ പകൽ യഹോവ സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ദിവസമാക്കി നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും മൊത്തമായി അനുഗ്രഹിച്ച് ഉയർത്തുന്ന ഒരു പകലായി മാറട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള സന്തോഷത്തിൻ്റെ പരിപൂർണത പ്രാപിപ്പാൻ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരുക്കിയെടുക്കുന്ന പകലായി മാറട്ടെ. നിത്യജീവനായി ഒരുക്കപ്പെടുന്നതും കർത്താവിൻ്റെ ഇമ്പമുള്ള ശബ്ദം കേട്ട് അതിനെ അനുഗമിക്കുന്ന അവൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിനെ അധികമായി പ്രാപിച്ച് അധിക ബലത്തോടെ മുന്നേറുന്നതായി തീരുവാൻ ദൈവമിടയാക്കട്ടെ. വാത്സല്യ സഹോദരങ്ങളെ, തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ടെന്നാണ്. ഇവിടെ വായിക്കുന്നു, അതായത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം പറയാണ്, ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ടെന്നാണ്. അപ്പം ജീവൻ്റെ വഴി നീ തിരക്കി നടക്കുന്നുവെങ്കിൽ, ജീവൻ്റെ വഴി നിനക്കറിയാൻ വയ്യാതെ പോയെങ്കിൽ, നമ്മളുടെ ജീവിതത്തിനകത്ത് നമ്മളൊക്കെയും കർത്താവിനെ കണ്ടുമുട്ടുന്ന വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെയാണ്. ഒരു മനുഷ്യൻ്റെ പ്രത്യാശ അസ്തമിച്ച് പോകുമ്പോൾ അവൻ അടുത്ത എന്തെന്നൊരു ചോദ്യത്തിന് മുമ്പാകെ ക്വസ്റ്റ്യൻ മാർക്കായി പല കാര്യങ്ങളും നിൽക്കുമ്പോൾ അവിടെ ജീവനുള്ള ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ച് നിന്റെ അസാധ്യങ്ങളെ സാധ്യമാക്കി തരും. ദൈവം നിന്റെ അസാധ്യങ്ങളെ സാധ്യമാക്കി തരുമ്പോൾ നാം അറിയാതെ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കും, ശബ്ദം ഉയർത്തി സ്തുതിക്കും. സന്തോഷത്തിൻ്റെ പരിപൂർണത ദൈവത്തിൻ്റെ ആത്മാവുമായിട്ടൊത്തുള്ള ഒരു ആരാധനയാണ്. അല്ലാതെ കുറേ സമ്പത്ത് കിട്ടിയതുകൊണ്ടോ മക്കളുടെ കല്യാണം കഴിഞ്ഞതുകൊണ്ടോ ഒരു ലോട്ടറി നിനക്ക് ജീവിതത്തിനകത്ത് ഈ ലോകപരമായിട്ടുള്ള എന്തെങ്കിലും നേടിയത് കൊണ്ടോ ഒരു സന്തോഷത്തിൻ്റെ പരിപൂർണതയാകത്തില്ല. ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിച്ചു കഴിയുമ്പോൾ നിന്റെ ഉള്ളിൽ ഉയരുന്ന ഒരു സന്തോഷത്തിൻ്റെ ധ്വനിയുണ്ട്. ഹല്ലേലൂയ. അതാണ് സന്തോഷത്തിൻ്റെ പരിപൂർണത. ഞാൻ വിശ്വസിക്കുന്നു. മനുഷ്യൻ തരുന്നതായ സന്തോഷവും സുഖവും എല്ലാം ഇവിടം കൊണ്ട് അസ്തമിച്ചു പോകുമ്പോൾ തീർന്നു പോകാത്ത കലവറ നിനക്കായി തുറന്നു കഴിഞ്ഞ നാളുകളിൽ നടത്തിയ വിധങ്ങൾ, ലോകരെല്ലാം നിന്നെ കൈവഴിഞ്ഞ സ്ഥാനത്ത്, എല്ലാവരും നിന്നെ മറന്നുപോയ സ്ഥാനത്ത് ദൈവം മറക്കാതെ നിന്നെ സൂക്ഷിച്ച് നടത്തിയ വിധങ്ങൾ ഇന്ന് പകൽ മറക്കരുത്. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിന്റെ ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. അതിൻ്റെ ഉറപ്പുള്ളൊരു സാക്ഷ്യമാണ്. കാരണം ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. കാര്യം ഞാൻ നിന്റെ പാദങ്ങളിലാണ് നടക്കുന്നത്. നിന്റെ ചുവടുകൾ തന്നെയായി, എൻ്റെ നടപ്പ് നിന്റെ ചുവടുകൾ തന്നെ ആയിരുന്നു. സങ്കീർത്തനക്കാരൻ വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, എൻ്റെ കാൽ വഴുതാൻ സമ്മതിച്ചില്ല, അതുകൊണ്ട് ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. പരിപൂർണത അത് പ്രാപിച്ചെടുത്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിർവൃതിയാണ്. ഇവിടെ പറയുകയാണ്, ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. മറ്റാർക്കും കിട്ടാത്തതായ ഒരു സന്തോഷവും സമൃദ്ധിയും, മറ്റാർക്കും ലഭിക്കാത്തതായ ഒരു ആനന്ദത്തിൻ്റെ പരിപൂർണത, മറ്റാരും പ്രാപിക്കാത്തതിനെ നീ പ്രാപിച്ചു കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമൃദ്ധിയേറിയ ഒരു സന്തോഷമുണ്ട്. സമൃദ്ധിയുടെ സന്തോഷം, അല്ലാതെ ചെറിയ സന്തോഷമല്ല, സമൃദ്ധിയുടെ സന്തോഷം. ഓർത്തോർത്ത് ചിരിക്കാൻ, ഓർത്തോർത്ത് സന്തോഷിക്കാൻ, അവൻ ചിന്തിച്ച് അതിൽ നിന്ന് ആഴങ്ങൾ ദൈവം എന്നെ സ്നേഹിച്ചെത്രയെന്ന് മനസ്സിലാക്കാൻ അവസരങ്ങൾ ഒരുങ്ങും. ഇവിടെ പറയുകയാണ്, നീ ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. ഞാൻ ഓടുന്ന വഴികളൊക്കെ നേരത്തെ പാപത്തിൻ്റെ വഴിയായിരുന്നു. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വഴുവഴുപ്പിൽ നിന്ന് ഓടുമ്പോൾ ലോകപരമായൊരു മനുഷ്യനായ ലോകത്തിൻ്റെതാകുന്ന ഇച്ഛകളിലും മോഹങ്ങളിലും ഓടിയ സ്ഥാനത്ത് നിന്ന് ജീവൻ്റെ വഴി കാണാതെ നീ ഭാരപ്പെട്ട സ്ഥാനത്ത് നിനക്ക് ജീവൻ്റെ വഴി കാണിച്ചു തരാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ ഉത്തേജിപ്പിക്കുമ്പോൾ, നിന്നെ മുന്നോട്ട് നയിക്കുമ്പോൾ, ആത്മാവ് നിന്നെ എന്ത് ചെയ്തിരിക്കുക, നിന്റെ മേൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മേൽ സംസാരിച്ചു കൊണ്ടിരിക്കുക. അത് കേട്ട് നീ മടങ്ങിപ്പോകാതെ കർത്താവിൻ്റെ വചനത്തിന് കീഴ്പ്പെട്ട് ആ ജീവൻ്റെ വഴി എന്തെന്നുള്ള അതിൻ്റെ ജീവൻ്റെ വഴി അന്വേഷിച്ചൊരു യാത്ര ഇന്ന് പകൽ നീ തുടങ്ങിയിട്ടില്ല എങ്കിൽ തുടങ്ങണം. ജീവൻ്റെ വഴി ദൈവത്തിൻ്റെ സന്നിധിയിലേ ഉള്ളൂ. ലോകം തരുന്ന എല്ലാം മരണത്തിൻ്റെ വഴികളിലേക്കാണ്. പാപത്തിൽ നിറഞ്ഞ ലോകത്തിൽ നിനക്ക് ജീവൻ്റെ വഴി പ്രാപിക്കാൻ പ്രയാസമാണ്. എന്നാൽ ക്രിസ്തുവിനെ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിനെ, അവൻ്റെ കൽപ്പനയാകുന്ന സ്നാനമനുസരിച്ച് വിശുദ്ധിയിലും വിശ്വസ്തയിലും നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിന് ഉറപ്പുണ്ട്, ഞാൻ നിത്യജീവൻ അവകാശിയാകുന്നു എന്നുള്ളത്. ജീവിച്ചിരിക്കുമ്പോൾ ലോകപ്രകാരം ലോകത്തിൻ്റെ ചൊല്ലുത്തും ചൊല്ലി അവിടെ ഇവിടെ കൊണ്ട് മെഴുതിരിയും കത്തിച്ച് വെച്ച്, അവിടെ ഇവിടെ കൊണ്ട് എണ്ണത്തിരിയും കത്തിച്ച് വെച്ച്, അവിടെ ഇവിടെ കൊണ്ട് ഓരോന്ന് വെച്ചിട്ട് ഞാൻ രക്ഷപ്പെടുന്നൊക്കെ നീ രക്ഷപ്പെടത്തില്ല. നിനക്ക് രക്ഷപ്പെടാനുള്ള ഏകമാർഗം കർത്താവായ യേശു ക്രിസ്തുവിലാണ്. ജീവിച്ചിരിക്കുമ്പോൾ ദൈവമാരെന്ന് മനസ്സിലാക്കിയിട്ട് ആ ദൈവത്തെ ആരാധിക്കാൻ നോക്കുക. അവിടാണ് പൂർണ്ണത നിനക്ക് ലഭിക്കാൻ പോകുന്നത്. ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും
നിന്റെ വലത് ഭാഗത്ത് എന്നും പ്രമോദവും ഉണ്ടെന്ന് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുക. നിന്റെ സന്നിധി എന്തുകൊണ്ട്? ജീവന്റെ വഴി നിന്റെ പക്കലുണ്ട്. നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. നിന്റെ വലത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. അത് പ്രാപിക്കുവാൻ, ഈ 3 കൂട്ടം കാര്യം പ്രാപിക്കുവാൻ ഇന്ന് പകൽ ദൈവം നിന്നെ ബുദ്ധി ഉപദേശിക്കുകയാണ്. മെഴുകുതിരി കത്തിച്ചത് കൊണ്ടോ, നേർച്ച കാഴ്ച നടത്തിയത് കൊണ്ടോ, 8 നോയമ്പോ 10 നോയമ്പോ എന്തോ എടുത്തു പോയി അവിടെ കിടന്നുകൊണ്ട് ഒരു കഥയില്ല. ഇതൊക്കെ ഞാനും ചെയ്തോന്നാ, അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ സന്തോഷത്തിന്റെ പരിപൂർണത പ്രാപിക്കണമെങ്കിൽ പാപത്തിൽ നിന്നുള്ള മോചനം പ്രാപിച്ച് നിത്യജീവനെ അവകാശിയാകുക. 2, കർത്താവായ യേശുക്രിസ്തുവിന്റെ കൽപ്പനകൾ അനുസരിച്ചിട്ട് ദൈവവ്യവസ്ഥയിൽ ജീവിതം മുന്നോട്ട് നയിക്കുക. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് ദൈവസന്നിധിയിലെ ജീവനെ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. നീ ആരാധിച്ച ദൈവത്തെ നിന്റെ തലമുറയും ആരാധിച്ചെങ്കിൽ നിന്നോളം ഭാഗ്യവാൻ മറ്റാരുമില്ല. നീ ആ ഏറ്റവും വലിയ ഭാഗ്യവാൻ. കുറേ കാർ വണ്ടി മേടിച്ചു കൂട്ടിയതുകൊണ്ടോ, കുറേ സമ്പത്ത് സ്വത്ത് ഉണ്ടാക്കിക്കൊണ്ടോ നിന്റെ ജീവിതത്തിനകത്ത് നേടേണ്ടതെല്ലാം നേടിയതുകൊണ്ട് നീ ഒരിക്കലും സന്തോഷത്തിൻ്റെ പരിപൂർണതയാകുന്നില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നീ പ്രാപിച്ചെടുത്ത് ദൈവസന്നിധി വിശുദ്ധിയോടെ നിന്ന് നിത്യജീവൻ അവകാശിയാകാൻ, അവിടെയാണ് നിന്റെ സന്തോഷത്തിൻ്റെ പരിപൂർണത. നിത്യനരകത്തിലേക്ക് ലോകം പോകുമ്പോൾ അതിന് നടുവിൽ ജീവനുള്ള ദൈവത്തിൻ്റെ സാക്ഷിയായി മാറുക. പറയുകയാണ്, നിന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദമുണ്ട് കർത്താവേ, സന്തോഷിപ്പാൻ വകയുണ്ട് കർത്താവേ. നിന്റെ സന്നിധി ഞാൻ എപ്പോൾ വന്നാലും എൻ്റെ കണ്ണുനീരിന് മറുപടി ഉണ്ട് കർത്താവേ. നിന്റെ സന്നിധി എപ്പോൾ വന്ന് ഞാൻ നിന്നോട് യാചിച്ചാലും എനിക്കെല്ലാം നൽകി തരുന്ന ഒരു നല്ല ഇടയൻ എനിക്കുള്ളത് കൊണ്ട് നിന്റെ സന്നിധിയിലുള്ള പ്രമോദം എൻ്റെ ജീവിതത്തിനകത്ത് എന്നേക്കും അത് ഉയർന്നു പൊങ്ങി വരുന്ന ദൈവത്തിൻ്റെ സ്വർഗീയ സമാധാനത്തിൻ്റെ ഉറവകൾ നിന്നിൽ നിന്ന് ഞാൻ പ്രാപിക്കുമ്പോൾ, എന്നിൽ നിന്ന് ഉയരുമ്പോൾ അത് മറ്റുള്ളവർക്കൂടെ പകരാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഹല്ലേലൂയ. ആ സന്തോഷത്തിൻ്റെ പരിപൂർണത, ആ പ്രമോദം ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും പ്രാപിച്ചെടുക്കട്ടെ. ഇതുവരെ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി നീ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് പകൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ഇന്ന് പകൽക്കാലം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനയാകുന്ന സ്നാനം അനുസരിച്ച് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ച് ദൈവസന്നിധിയിൽ വിശുദ്ധിയോടൊടുക. നിത്യസമാധാനത്താൽ ദൈവം നിന്നെ നിറച്ച് നിന്റെ കുടുംബങ്ങളെയും സന്തോഷത്തിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിച്ച് ദൈവിക പ്രമോദത്തിൽ മുന്നേറുവാൻ, സഭ കുടുംബങ്ങളോട് ആരാധിപ്പാൻ ദൈവം നിങ്ങളെ ഒരുക്കട്ടെ. ഗോഡ് ബ്ലസ് യു.